ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്ട് സിംഗുലർ ആയി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാം എന്നുള്ളത് പഠിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത് സബ്ജക്ട് പ്ലസ് ആം, ഈസ്, ആറ് ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് പ്ലസ് വെർബിന്റെ ing ഫോം. ആം നമ്മൾ എവിടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമേ ആം ഉപയോഗിക്കുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. ആർ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയുമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈസ് എന്ന ഓക്സിലറി വെർബ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സിംഗുലർ സബ്ജക്റ്റിനോട് കൂടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ് എന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരാൾ മാത്രമുള്ള എല്ലാം എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ആ സെന്റൻസ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഈസ്. സിംഗുലർ സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അഥവാ ഒരാളോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒരു ജന്തുവോ എന്ത് തന്നെ ആയാലും ഒരാളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ജന്തുവാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ഈസ്. പിന്നീട് എന്താ വേണ്ടത്? വെർബിന്റെ ing ഫോം. വെർബിന്റെ ing ഫോം. വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റും എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കൂ. ഷീ ഈസ് ഡാൻസിങ്. ഷീ ഈസ് ഡാൻസിങ് എന്ന് പറഞ്ഞാലോ അവള് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഡാൻസിങ്. അടുത്ത് നോക്കൂ. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിബു ഫസ്റ്റ് വന്നു അല്ലെ. സബ്ജക്ട് ഫസ്റ്റ് വന്നു. ഈസ് എന്ന ഓക്സിലറി വെർബ് വന്നു. സ്റ്റഡിന്റെ ing ഫോം ഏതാണ്? സ്റ്റഡിയിങ്. ഇംഗ്ലീഷും വന്നു. ഒബ്ജക്റ്റ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ. ഇംഗ്ലീഷ്. അടുത്ത് നോക്കൂ. റന ഈസ് ഗോയിങ് ടു ദ ഓഫീസ്. റന ഈസ് ഗോയിങ് ടു ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? റന ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതാണ് എന്ത്? റന ഈസ് ഗോയിങ് ടു ദ ഓഫീസ്.